ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതാണ് കാരമൽ ബ്രെഡ് പുഡിംഗ്. അപ്പോൾ കാരമൽ ബ്രെഡ് പുഡിംഗ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഈ പാത്രത്തിൽ നമുക്ക് ഒരു 1.25 കപ്പ് പാല് തിളപ്പിച്ചെടുക്കാം, അതായത് 1/2 ലിറ്റർ പാല്. നമ്മുടെ പാല് തിളച്ചു. ഇതിലേക്ക് നമുക്കൊരു 4 പീസ് ബ്രെഡ് ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുക്കാം. ബ്രെഡിൻ്റെ സൈഡായ ബ്രൗൺ പാർട്ട് മുറിച്ച് കളഞ്ഞിട്ട് വേണം ബ്രെഡ് ഉപയോഗിക്കാൻ. അത് കഴിഞ്ഞിട്ട് നമുക്കിത് ഇളക്കി തണുക്കാനായിട്ട് വയ്ക്കാം. ഇത് ഇവിടെ ഇരുന്ന് തണുക്കുമ്പോഴത്തേക്ക് നമുക്ക് കാരമൽ ഉണ്ടാക്കിയെടുക്കാം. കാരമൽ ഉണ്ടാക്കാനായിട്ട് ഈ പാത്രത്തിലേക്ക് നമുക്കൊരു 4 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. തീ കുറച്ച് വയ്ക്കുക. ആ പഞ്ചസാര അലന്ന് കഴിയുമ്പോൾ അത് കാരമലായി മാറും. പുഡിങ് അടി പിടിക്കാതിരിക്കാനായിട്ട് പുഡിങ് ഉണ്ടാക്കുന്ന പാത്രത്തിൽ കുറച്ച് നെയ്യ് ഞാൻ തേച്ച് കൊടുത്തു. ഇത് കണ്ടോ, നമ്മുടെ കാരമൽ പഞ്ചസാരയെല്ലാം ഉരുകി റെഡിയായി. ഇനി ഇത് നമ്മൾ നെയ്യ് തേച്ച് വെച്ചിരുന്ന ആ പാത്രത്തിലേക്ക് ഒഴിച്ചു വയ്ക്കാം. നമ്മൾ പാലും ബ്രെഡും കൂടി മിക്സ് ചെയ്ത് വെച്ചിരുന്ന് നന്നായി തണുത്തു. അതിനി മിക്സിയിൽ അടിച്ചെടുക്കാം. ഇനി നമുക്ക് 3 മുട്ടയും 4 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഈ പാത്രത്തിൽ നന്നായിട്ട് അടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 4 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാരയുടെ അളവ് നിങ്ങളുടെ മധുരത്തിൻ്റെ ഇഷ്ടാനുസരണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് ഇനി 1/2 to 1 ടീസ്പൂൺ വനീല എസൻസ് ഒഴിച്ചു കൊടുക്കാം. ഇതിനി നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കാം. മുട്ട നമ്മൾ നന്നായി അടിച്ചെടുത്തു. അതിനി ഈ പാത്രത്തിലോട്ട് അരിച്ച് ഒഴിച്ചു കൊടുക്കാം. ഈ അടിച്ചു വച്ചിരിക്കുന്ന മുട്ടയിലേക്ക് നമ്മൾ ബ്ലെൻഡ് ചെയ്ത് വച്ചിരിക്കുന്ന ബ്രെഡിൻ്റെയും പാലിൻ്റെയും മിശ്രിതം ഒഴിച്ചു കൊടുക്കുക. ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ മിക്സ്ചർ ഇനിയും ഈ കാരമൽ ഒഴിച്ചു വച്ചിരിക്കുന്ന ഈ പാത്രത്തിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഉണ്ടാക്കുന്ന ഈ പാത്രത്തിന് ഹൈറ്റ് കുറവായ കാരണം 2 ട്രിപ്പായിട്ട് എനിക്ക് ഉണ്ടാക്കിയെടുക്കേണ്ട വരും. ഇതിനി നമുക്ക് ഒരു ഫോയിൽ പേപ്പർ കൊണ്ട് കവർ ചെയ്തിട്ട് ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് സ്റ്റീം ചെയ്തെടുക്കാം. ഫോയിൽ പേപ്പർ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടൈറ്റ് ആയിട്ടുള്ള അടപ്പ് വെച്ചിട്ട് കവർ ചെയ്താൽ മതി. ഇത് ഞാൻ വെള്ളം തിളപ്പിക്കാൻ വച്ചിരിക്കുന്നതാണ്. നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാനായിട്ട് ഈ ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടിൽ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുന്നത്. ഇതിനി നമുക്ക് 25 മിനിറ്റ് നേരം സ്റ്റീം ചെയ്തെടുക്കണം. ആദ്യത്തെ 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് സ്റ്റീം ചെയ്യണം. അത് കഴിഞ്ഞുള്ള 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് സ്റ്റീം ചെയ്തെടുക്കണം. 25 മിനിറ്റ് കഴിഞ്ഞു. നമുക്കിനി ഇത് തുറന്ന് നോക്കാം. പാത്രത്തിൽ നിന്ന് നമ്മളത് എടുത്തു. ഇനി ഇതെങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇത് നന്നായി വന്നിട്ടുണ്ട്. ഇതിനി നമുക്ക് ഈ പാത്രത്തിലോട്ട് കമത്തിയിട്ട് കൊടുക്കാം. ഇനി ഇത് ഈ വലിയ പാത്രം വെച്ച് അടച്ച് അപ്സൈഡ് ഡൗൺ ആയിട്ട് നമുക്ക് കമത്തിയിട്ട് എടുക്കാം. ഇനി ഇത് നമുക്ക് തുറന്ന് നോക്കാം. വാവ്, ഇത് നന്നായി വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, എൻ്റെ സ്റ്റീം കയറ്റുന്ന പാത്രത്തിൻ്റെ ഹൈറ്റ് കുറവായ കാരണം ഒത്തിരി തിക്കിൽ എനിക്ക് ഈ പുഡിംഗ് ഉണ്ടാക്കാൻ പറ്റിയില്ല. അപ്പോൾ ആ പാത്രത്തിൽ കൊള്ളാവുന്ന അത്രയും അതിൻ്റെ 3/4 ഭാഗത്തിൽ കൂടുതൽ പാല് മിക്സ്ചർ ഞാൻ ഒഴിച്ചിട്ടാണ് ഇത് സ്റ്റീം ചെയ്യാൻ വച്ചിരുന്നത്. ഇനി ഇതിൽ നിന്ന് ഒരു പീസ് മുറിച്ച് നമുക്ക് കഴിച്ച് നോക്കാം രുചി എങ്ങനെയുണ്ടെന്ന്. ഇത് നോക്കൂ, ഇത് നന്നായിട്ട് വന്നിട്ടുണ്ട്.
നിങ്ങളെല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യണം, എന്നിട്ട് ഫീഡ്ബാക്ക് തരണം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ്.